നമസ്കാരം. D4 ന്യൂസും സൺഡേ സ്റ്റോറിയുമായി എത്തിയിരിക്കുന്നത് വളാഞ്ചേരി കൊടുമുടി സ്വദേശിയായ ബാലൻചേട്ടന്റെ അടുത്തേക്കാണ്. അപ്പോൾ ബാലൻചേട്ടന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ചെന്ന് കാണാം. നമസ്കാരം ചേട്ടാ. നമസ്കാരം. എങ്ങനെയാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് ഇങ്ങനെ ഒരു ഇത് ചെയ്യണം? പിന്നെ നമ്മള് പ്ലെയിൻ ഉണ്ടാക്കണം ആദ്യം ഉദ്ദേശിച്ചത്. പ്ലെയിൻ പറഞ്ഞാൽ ചെറുപ്പം പോലുള്ളവർക്ക് താല്പര്യമുള്ള സാധനമാണ്. അപ്പോൾ എയർപോർട്ടിൽ പ്ലെയിൻ കാണാനായിട്ട് തന്നെ പോയി നിൽക്കാറുണ്ട്. പിന്നെ അങ്ങനെ അധികം വഴുകാതെ തന്നെ ഞങ്ങളൊരു വലിയ യാത്രയൊക്കെ ഉണ്ടായി. ഒരു 3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു പ്ലെയിൻ യാത്ര ഉണ്ടായി. അത് തിരിച്ചു അങ്ങനെ തന്നെ 3 മണിക്കൂർ. അങ്ങനെ എയർപോർട്ടിൽ കുറേ സമയം ചിലവാക്കുകയും ചെയ്തു. അപ്പോൾ പ്ലെയിൻ്റേതായിട്ടുള്ള കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത്. അങ്ങനെ വന്നിട്ടാണ് ആദ്യമായിട്ട് ഈ പ്ലെയിൻ ഉണ്ടാക്കിയത്. ഫസ്റ്റ് പ്ലെയിൻ ഉണ്ടാക്കിയത് ഇതിപ്പോ 5 വർഷം ഉണ്ടാവും. 5 വർഷം പിന്നെയാണ് ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കിയത്. ചിത്രങ്ങളൊക്കെ വരയ്ക്കാനൊക്കെ ചിത്രം വരയ്ക്കും അത് ആദ്യം അറിയാം. കലാകാരൻ തന്നെയാണ്. ഞങ്ങളുടെ ഫാമിലിന്റെ മൊത്തം കലാകാരൻ വരാം. വരച്ച് പുറത്തേക്ക് കൊടുക്കുമായിരുന്നു? ഇല്ല, ഒന്നുമില്ല, സ്വന്തമായൊക്കെ ചെയ്യാം. പിന്നെ ഈ അമ്പലങ്ങളൊക്കെ ഉണ്ടാക്കണം എന്നുള്ള ഒരു ഐഡിയ ഒക്കെ എങ്ങനെയാ വന്നേ? മിനിയേച്ചർ അമ്പലം ഉണ്ടാക്കാൻ ഞാൻ സ്ഥിരം അമ്പലത്തിൽ എപ്പോഴും പോകുന്നല്ലേ. അപ്പൊ അങ്ങനെ പോയപ്പോ അങ്ങനെ തോന്നി ഉണ്ടാക്കിയാൽ അമ്പലം എന്നുള്ളത്. അങ്ങനെ ഒന്ന് തുടങ്ങി കഴിക്കന്നെ അത് വിജയിച്ചടിക്ക് തോന്നി. അതെ, അതായി തോന്നി. അതിന് ശേഷമാണ് പിന്നെ ശബരിമല ഉണ്ടാക്കി. പിന്നെ ഈ ബുർജ് ഖലീഫ ദുബായിൽ തന്നത്. അത് 2.5 മാസം വർക്ക് ചെയ്താണ്. 2.5 മാസം വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനൊരു 15,000 രൂപ ചെലവും വരും. പിന്നെ അതിന് ശേഷം പിന്നെ ഇതാ ഈ ബസ് കാറൊക്കെ ഞാൻ ചെറുപ്പം പോലെ ഉണ്ടാക്കുന്നതാണ്. ആദ്യം പോലെ ഉണ്ടായിരുന്നു താല്പര്യം. ബസ് കാറൊക്കെ അതാ ലോറികള് ബസ് എല്ലാം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അതിലിടയ്ക്ക് ഇതൊന്നും ബോറടിക്കുമ്പോഴാണ് വരയ്ക്കുക. പിന്നെ വരക്കാതിരിക്കും. പിന്നെ കഥകളി, ഇത് ഫസ്റ്റ് ഈ പ്ലെയിൻ കഴിഞ്ഞതിന് ശേഷം ആദ്യം ഉണ്ടാക്കിയതാണത് കഥകളുടെ. പിന്നെ ഇത് നമ്മള് അമ്പലത്തിലെ പൂതൻ, അതറിയാം. പൂതൻ ഇത് നമ്മളെ വ്യാളി മുഖാണ്. വ്യാളി നമ്മളിപ്പോ ഈ വലിയ വലിയ ലോറികളൊക്കെ ഉണ്ടാവില്ലേ, അതുമ്പിൽ നമ്മള് പ്രാക്ക് തട്ടാതിരിക്കാൻ, കണ്ണ് തട്ടാതിരിക്കാൻ അതിന് വെക്കുന്ന സാധനം അത് വ്യാളി മുഖം. ഇത് പിന്നെ കഥകളിയിലത്തെ ഒരു എന്താണ് ഇപ്പോ ഒരു എന്താ പറയാ, ഒരു കത്തി വേഷം എന്നൊക്കെ പറയും. കത്തി വേഷം ആണത്. പിന്നെ ഞാന് താജ്മഹൽ ഉണ്ടാക്കിയത്. എത്ര വർഷമായി? അത് ഉണ്ടാക്കിയിട്ട് 4 വർഷം ഉണ്ടാവും. താജ്മഹൽ നേരിൽ കണ്ടിട്ടുണ്ട്. ഞാന് ഫാമിലി അടക്കം പോയിട്ടുണ്ട് താജ്മഹൽ കാണാന്. ഞാനും ഭാര്യ പിന്നെ മരുമക്കളും എല്ലാം കൂടി ഡൽഹി പോയി, ആഗ്രഹം പോയി.
അതുണ്ടാക്കിയതാണ് താജ്മഹൽ. ഇതൊക്കെ ഉണ്ടാക്കാൻ കുറെ ചെലവ് വരുമോ? ചിലപ്പോ താജ്മഹൽ പിന്നെ ഈ അമ്പലമൊക്കെ ഉണ്ടാക്കാൻ 5000 രൂപയുടെ ഉള്ളിൽ ചിലവുണ്ട്. കുറെ പിന്നെ പാഴ്വസ്തുക്കൾ നമ്മളൊന്നും എടുക്കുന്നുണ്ട്. അത് കൂടാതെ വാങ്ങേണ്ടതായിട്ടുള്ളത് വാങ്ങണല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളത് പിന്നെ ഇലക്ട്രിക്കൽ ആയിട്ടുള്ളത് അതൊക്കെ നമുക്ക് പുറമെ വാങ്ങണ്ടേ കട്ടിയത്. ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പുറത്തേക്ക് കൊടുക്കാറില്ല? ആരെങ്കിലും ഇങ്ങനെ കാണാൻ വരാറുണ്ടോ? കാണാൻ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. പക്ഷെ ആരും ചോദിച്ചിട്ടില്ല, വിലക്ക് ചോദിച്ചിട്ടില്ല, ഉണ്ടാക്കി ചെയ്തരോന്ന് ചോദിച്ചിട്ടില്ല. അതൊരു സത്യം. പിന്നെ അങ്ങനെയൊക്കെ ഉണ്ടാക്കി പിന്നെ കുറെ കഴിഞ്ഞപ്പോ വെച്ചാല് മുതൽ മുടക്കാന് നമുക്ക് സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായി. പിന്നെ വരുമാനമില്ലല്ലോ, വെറുതെ ഇരിക്കുകയാണ്. അപ്പൊ ഞാൻ തൽക്കാലം ഒന്നിങ്ങനെ നിർത്തിവെച്ചതാ. ഇപ്പൊ അടുത്തായിട്ടൊന്നും ചെയ്തിട്ടില്ല. അടുത്ത് എന്താ ഗുരുവായൂർ അമ്പലത്തിന്റെ അവിടെ പുറത്തുണ്ട് പണി ഉണ്ടാകുന്നത്. അത് മുഴുവനായിട്ടില്ല. ഇനിയിപ്പോ ഡ്രോയിങ് ആണ് കൂടുതൽ ഇപ്പൊ. ഇത് എന്റെ ഒരു സുഹൃത്താണ്. ഇത് ഇപ്പൊ മരണപ്പെട്ട ആളാണ്, കോട്ടപ്പുറത്ത്. ഇതെന്റെ വളരെ അടുത്ത സുഹൃത്താണ്. കോട്ടപ്പുറത്ത് ഹരിദാസ് എന്നാന്റെ പേര്. അമ്പാൾ റോഡ് തുടങ്ങുന്ന ഭാഗത്ത് ഉള്ള വീട്. അപ്പൊ അവൻ മരിച്ചപ്പോ അവന്റെ ഫോട്ടോ വരച്ചാണ്. അപ്പൊ ഏതാണ്ട് അത് വിജയിച്ചിട്ടുണ്ടെന്നാണ് കണ്ടവർ പറഞ്ഞത്. ഇത് ഞങ്ങളുടെ തറവാട് വീടാണ്, ഏറ്റവും ആദ്യത്തെ വീടാണത്. ഇത് എന്ന് പറഞ്ഞാല് വാർപ്പല്ല, ആസ്പെറ്റോസ് ആണ്. ബാക്കി എല്ലാം ഒറിജിനലാണ്, പഴയ വീടിന്റെ ഇതായിട്ടുള്ളത്. അത് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. പിന്നെ ഇത് കൊടുമുടിക്കാവ്. ഇത് ഒരു ടൈറ്റാനിക് ആയിട്ടില്ലെങ്കിലും ഭാവനയില് ടൈറ്റാനിക്കാണ്. എന്റെ ഭാവനയില് അത്രയ്ക്കൊന്നും വലുപ്പമില്ല, അതുകൊണ്ട് തന്നെ ചെറുതായിട്ടാണ് ഉണ്ടാക്കിയത്. പിന്നെ ഇത് പറഞ്ഞാല് എന്റെ ഭാവനയിലുള്ള ശ്രീകൃഷ്ണൻ ക്ഷേത്രമല്ല, ശ്രീകൃഷ്ണൻ താമസിച്ചിരുന്ന സ്ഥലമാണ് ദ്വാരക. അതെ, അത് കടലിൽ മുങ്ങിപ്പോയിട്ടുള്ളതാണ്. അത് ഞാൻ എന്റെ ഭാവനയിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. കടലിൽ മുങ്ങിപ്പോയ അമ്പലമല്ല, വീട് കൃഷ്ണന്റെ. ഇത് താജ്മഹലിന് തന്നെ ഏകദേശമൊക്കെ രൂപ ആയിട്ടുള്ളൂ, മുഴുവനൊന്നും ആയിട്ടില്ല. കാരണം അത് നമ്മള് ഏത് ഭാഗത്തുനിന്ന് നോക്കിയാലും ഒരേ സംഭവമായിരിക്കണം. അതിപ്പോ ഇന്ത്യക്ക് ആ ഭാഗങ്ങളൊന്നും ബാക്കിൽ നിന്ന് കറക്റ്റ് ആണ്, രണ്ട് സൈഡിൽ നിന്ന് കറക്റ്റ് അല്ല. അപ്പൊ അതിന്റെ അളവിന്റെ വ്യത്യാസമാണ്. അത് ശരിയാവാൻ അടുത്തൊരു വർക്കാവും. എന്റെ ചെറുപ്പകാലത്ത് പിന്നെ കൊടുമുടിക്ക് ആദ്യമായിട്ടുള്ള 2 ബസ്സുകളാണ് വന്നത്. ഒന്ന് മഞ്ചേരി മോട്ടോർ സർവീസും പിന്നെ ഇത് CC ട്രാൻസ്പോർട്ട് കമ്പനിയും. അങ്ങനെ മഞ്ചേരി മോട്ടോഴ്സിന്റെ ഞാൻ ചിത്രമുള്ളൂ, ഉണ്ടാക്കിയിട്ടില്ല. അതാണ് ഞങ്ങളുടെ കൊടുമുടിക്ക് ആദ്യത്തുള്ള ബസ്. തിരൂര് കൊടുമുടി ഓടിയിരുന്നാണ്. പിന്നെ അതൊക്കെ ഇത് ഓട്ടംതുള്ളലിന്റെ രൂപമാണ്. ഇതും കഥകളിയിലെ ഒരു കത്തിവേഷമാണ്. അത് അതിന്റെ അടുത്തുള്ളത് കൃഷ്ണന്റെ വേഷമാണ്, 2 കഥകളിയിലെ കൃഷ്ണൻ. കാളവണ്ടി എന്ന് പറഞ്ഞാൽ അതില് നമുക്ക് ബാറ്ററി ഉണ്ട്. ബാറ്ററി തീർന്നതാണ്. ആ ബാറ്ററി ഉണ്ടെങ്കിൽ ആ കാള വലിച്ചു പോകും കേട്ടോ. ആ ബാറ്ററി ഞാൻ പിന്നെ ഇട്ടിട്ടില്ല അതില്. കാരണം വരുന്ന ആൾക്കാർക്കൊക്കെ മുഴുവൻ അങ്ങനെ കാണിച്ചെടുത്താണ് അത് ബാറ്ററി കഴിഞ്ഞത്. പിന്നെ ബാറ്ററി ഇട്ടിട്ടില്ല. നമ്മുടെ നാഷണൽ പെർമിറ്റ് ലോറി, ടാറ്റ കമ്പനിയുടെ ലോറിയാണത്. പിന്നെ പഴയ കാലത്തെ ബെൻസ് കാറാണത്, പച്ച ബെൻസ് കാറ്, അംബാസഡർ കാറ്. പിന്നീട് അത് ഞാനൊരു ട്രെയിൻ ഉണ്ടാക്കാനുള്ള സംഭവമായിരുന്നു. പക്ഷെ ആ ട്രെയിനിന് മറ്റൊരാളെ ഹെൽപ്പ് വേണ്ടി വന്നതുകൊണ്ട് ഞാൻ അത് നിർത്തി വെച്ചതാണ്. കാരണം വെൽഡ് ചെയ്യാനും ഇതിനൊക്കെ വേറെ ആളെ സഹായം വേണം. അപ്പൊ അത് വേണ്ടെന്ന് വെച്ചു. ഇത് നമ്മുടെ പഴയകാലത്തെ ഗ്രാമഫോണാണ്. അത് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് തന്നെയാണ് കേട്ടോ. അതിൽ ഒന്നുമില്ല, റെക്കോർഡ് മാത്രം ഒറിജിനൽ റെക്കോർഡാണ്. അതിന്റെ ഹെഡ് കിട്ടാത്ത കാരണം, ഹെഡ് കിട്ടിക്കഴിഞ്ഞാൽ അത് പാട്ട് പാടും, വർക്ക് ചെയ്യും സാധനം. കുട്ടികളെയൊക്കെ പരിചയപ്പെടുത്താൻ വേണ്ടി ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് നമ്മുടെ പഴയ കാലത്തെ വെള്ളം തേക്ക്, പാടത്തേക്ക് വെള്ളം തേക്കുന്നതാണ്. ഇതിങ്ങനെ ഇതിലൊരാള് നിൽക്കും, ആള് നിന്നിട്ട് ആള് ഇങ്ങനെ താത്തി കൊണ്ടുപോകും കിണറിലേക്ക്. കാരണം വെള്ളം മുക്കി കൊണ്ടുവന്ന് അങ്ങനെ ചവിട്ടിയിട്ട് ഒഴിക്കുക, ഇങ്ങനെ ഒഴിക്കും. അപ്പൊ അതിങ്ങനെ കൃഷിയിടങ്ങളിലേക്കൊക്കെ അങ്ങനെ ഉണ്ടാവും. അങ്ങനെ ഒരാള് 350-400 കൊട്ട ഒരു ദിവസം രാവിലെ അവര് ഇങ്ങനെ എടുക്കും. പഴയ കാലത്തെ സംഭവമാണ്, കുട്ടികൾക്കൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. കുട്ടികൾക്ക് എന്നല്ല, ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്കൊന്നും അറിയില്ല അങ്ങനെ സംഭവങ്ങളൊന്നും. ഈ ബുർജ് ഖലീഫ ഉണ്ടാക്കാൻ എത്ര ഡേയ്സ് എടുത്തു? അത് 2.5 മാസത്തിൽ കുറയില്ല, 2.5 മാസത്തിൽ അധികം അല്ലാണ്ട്. ഇത് ദുബായിൽ ഉള്ളതാണ്.
എങ്ങനെ ഇതിന്റെ ഒരു ഐഡിയ വന്നത് ചെയ്യണം എന്നുള്ളൊരു? ചെയ്യണം എന്ന് പറഞ്ഞാല് നമ്മള് എൻ്റെ ഒരു സുഹൃത്ത് ദുബൈയിലുണ്ട്. അവൻ ഈ ഫോട്ടോ എനിക്ക് വിട്ടു തന്നു. ആ വിട്ടു തന്നപ്പോഴേ ആണ് എനിക്കിത് ഭയങ്കര പ്രയാസമുള്ള വർക്കാണ്, എന്നാലും ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞു മൂപ്പരോട്. അല്ല നിങ്ങൾക്ക് പറ്റും എന്ന് പറഞ്ഞിട്ട് അവൻ നിർബന്ധിച്ചിട്ട് ഞാൻ ചെയ്താണിത്. ഇതിന് ശരിക്കും പറഞ്ഞാല് ഇതിന്റെ ഇടയ്ക്ക് ഒരടിയും കൂടി ഒരു സ്റ്റെപ്പും കൂടെ അതേപോലെ ഉണ്ടാവണം, എന്നാലും എൻ്റെ കറക്റ്റ് ഉള്ളു. അപ്പൊ അവിടെ പോയി മുട്ടും. അങ്ങനെയാണ് ഉണ്ടായത്. ഇതിന് ഏകദേശം പിന്നെ ചെലവും തന്നെ വല്ലാണ്ട് വരുന്നുണ്ട്. ഇതിനൊരു 20,000 റുപ്യകളൊക്കെ ചെലവ് വന്നിട്ടുണ്ട്. ഇത് കാണാൻ വേണ്ടിട്ട് ആൾക്കാരൊക്കെ വരും. കുറെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. എന്റെ സ്കൂൾ കുട്ടികൾ കുറച്ച് വന്നിട്ടുണ്ടായിരുന്നു, അവരൊക്കെ കണ്ടുപോയിട്ടുണ്ട്. ഇവിടെ പുറമൂന്നൂർ സ്കൂളിൽ കുട്ടികൾ അധികം വന്നിട്ടുണ്ട് കാണാൻ, അവരൊക്കെ വന്ന് കണ്ടുപോയിട്ടുണ്ട്. ഇതിന് എന്തൊക്കെ സാധനങ്ങൾ ഉപയോഗിച്ചുണ്ടാക്കാൻ വേണ്ടിട്ട്? ഇത് നമ്മളെ വീട് പിന്നെ കടകളൊക്കെ സീൽ ചെയ്യുന്ന സീലിംഗ് ഷീറ്റാണ് കംപ്ലീറ്റ് ഇതിനുള്ളിലുള്ളത്. ഫുള്ള് സീലിംഗ് ഷീറ്റാണ്. അത് ഞാൻ ഒടിച്ചിട്ട് വളച്ച് വെച്ചിരിക്കുകയാണ് ഒക്കെ എല്ലാം കൂടിയിട്ട്. പിന്നെ ഇതൊക്കെ നമ്മള് കടകളിൽ നിന്ന് വാങ്ങുന്ന സാധനങ്ങളാണ്. ഗിൽറ്റി പേപ്പറുകളൊക്കെ ഇതൊക്കെ കടകളിൽ നിന്ന് വാങ്ങുന്നതാണ്. ഈ അമ്പലമായിരുന്നു ഫസ്റ്റ് ഉണ്ടാക്കിയത്? അമ്പലങ്ങളിൽ ഫസ്റ്റ് തന്നെ തിരുവേപ്ര അമ്പലാണ്. അപ്പൊ എന്നും പോയി ഫോട്ടോ ഇല്ല മനസ്സിൽ ഉണ്ടാക്കിയതാ, എല്ലാം മനസ്സിൽ ഉണ്ടാക്കിയതാണ്. അതെ. പിന്നെ മുഴുവനായിട്ട് ചെയ്യാൻ കഴിയില്ല, കാരണം ഇതിൽ 3 പ്രതിഷ്ഠയാണ്. അപ്പൊ ഞാൻ ശിവന്റെ പ്രതിഷ്ഠ മാത്രമേ ഇവിടെ ചെയ്തിട്ടുള്ളൂ. മറ്റത് ഈ ഇടതുഭാഗത്തേക്കായിട്ട് 2 പ്രതിഷ്ഠ ഉണ്ട്, ശങ്കരനാരായണൻ, മഹാവിഷ്ണു. അത് ഞാൻ ചെയ്തിട്ടില്ല, ശിവന്റെ മാത്രമാണ്. പിന്നെ ഇതൊക്കെ ഞാൻ ഈ വിളക്കുതാ തട്ടുവിളക്കുകളൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. പിന്നെ നന്ദികേശനതാ ഉണ്ടോ, അത് അമ്പലത്തിൽ അതൊരു ഭണ്ഡാരമായിട്ടാണ് ഉപയോഗിച്ചിരുന്നത്, ഓടിൻ്റെയാണത്. അപ്പൊ അതിൽ ഇത് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പൊ അത് എന്താ സാധനം എന്ന് പറയാൻ പറ്റുമോ? ഐഡിയ ഉണ്ടോ? ഇല്ല, ഇത് ശംഖാണ്. ഇത് ശംഖ്. ഈ മുഖം ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. പിന്നെ ശംഖ് പെയിന്റ് ചെയ്തത്. പിന്നെ ഉള്ളില് ശിവലിംഗമൊക്കെ ഉണ്ട്, ശിവലിംഗം ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. പിന്നെ ഇത് ചവാഷ്ണിയും പിന്നെ മൈക്ക് സ്പീക്കറേ ഇപ്പൊ എവിടെ ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ, എന്നാലും അമ്പലത്തിലൊക്കെ തൂങ്ങി കിടക്കേണ്ടത് സാധനമുണ്ട്. ഇതാണ് പിന്നെ നമ്മളുടെ ഈ മുഖമണ്ഡപം. ഈ മുഖമണ്ഡലത്തിന്റെ മുകളിൽ ഇവിടെ പഴയ കാലത്തൊക്കെ ആൾക്കാരിയ്ക്കും. അങ്ങനെ ഭഗവാൻ പള്ളിവേട്ടയ്ക്ക് ഇറങ്ങുന്ന ഒരു സമയമുണ്ട്. പള്ളിവേട്ടയ്ക്ക് പറഞ്ഞാൽ ഇതിന് പുറത്താണ് പോവുക. ആ പുറത്ത് പോയിട്ട് അവിടെ നിന്ന് 3 ആനയും ഇവര് വെച്ചിട്ടുള്ള ഒരു വരവുണ്ട്. അപ്പൊ ആ വരവിൽ നമ്മളുടെ അവിടുത്തെ അമ്പലത്തിന്റെ കാര്യപ്പെട്ട ആൾക്കാർ, സ്ത്രീകൾ വന്നിരിക്കുന്ന സ്ഥലമാണത്. ഇതിനോട് നിന്നിട്ടാണ് അവർ കാണുക. പിന്നെ ഇവിടെ സാധാരണ കുറെ ആൾക്കാരൊക്കെ ഉണ്ടാവും, അമ്പലത്തിന്റെ ചുറ്റും പറ്റി നിൽക്കുന്ന ആൾക്കാർ. അങ്ങനെയൊക്കെയാണ്. അടുത്തായിട്ട് നമ്മളെ ശബരിമല. ശബരിമല ഉണ്ടാക്കാൻ എത്ര ടൈം എടുത്തിട്ടുണ്ടായിരുന്നു? 1 മാസം. ചെലവൊക്കെ വന്നിട്ടുണ്ട്? ചെലവുണ്ട്. ശബരിമല ഉണ്ടാക്കാൻ 6,000 രൂപ. അതെ, എന്റെ ജോബിനാ കൂലി കൂട്ടിയിട്ടാ, പണിക്കൂലി കൂട്ടിയിട്ടല്ല, മെറ്റീരിയൽക്ക് 6,000 രൂപ ചെലവുണ്ട്. ഇതില് ഈ കുടമണി മാത്രം ഞാൻ ഉണ്ടാക്കിയതല്ല, അത് ഒറിജിനലാണ്. ഒറിജിനൽ കുടമണിയാണ്. ബാക്കി ആ വിളക്കുകള് കാര്യങ്ങള് എല്ലാം ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. സ്റ്റെപ്പൊക്കെ ഞാൻ ഉണ്ടാക്കി തന്നെ. അത് എന്താ പറയാ, ഒരു ഈ സീരിയൽ തന്നെ ഇതിന്റെ ഷീറ്റ് കനം കൂട്ടിയിട്ടുണ്ട്. നമ്മളെ സീരിയൽ ഷീറ്റ് കട്ടി കൂടിയുണ്ട്. ആ കട്ടി കൂടി പെയിന്റ് ചെയ്യാം, ഗോൾഡ് പെയിന്റ് അടിച്ചാണ്. അത് അലുമിനിയം തകട് കട്ട് ചെയ്തിട്ട് ഉണ്ടാക്കുന്നതാണ്. പിന്നെ ഇതിന്റെ ചിരാതകൾ ഉണ്ടല്ലോ, ചിരാത പറഞ്ഞാൽ അറിയോ? ചിരാത പറഞ്ഞാല് ഇതിന്റെ അടിയിൽ ഒരു സ്റ്റെപ്പ് ഉണ്ട്. ഈ അമ്പലത്തിന്റെ ഇവിടെ കാണില്ല, ഇതാണ് ചിരാത്. ചിരാതൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല അലുമിനിയം കൊണ്ട്. ഇത് ഞങ്ങൾ എന്താ വിചാരിച്ചാൽ ഞങ്ങൾ സ്വർണ്ണപ്പണിക്കാരാണ്. ഞങ്ങൾക്ക് അപ്പൊ ഇതിന്റെ കാര്യങ്ങളൊക്കെ വേഗത്തിൽ എളുപ്പമാണ് ചെയ്യാൻ. പ്രതിഷ്ഠ ഉണ്ട്, അയ്യപ്പന്റെ പ്രതിഷ്ഠ ഉണ്ട്. പിന്നെ നമ്മള് ശബരിമല പോവാത്ത ആൾക്കാര് ഫസ്റ്റിൽ ചെല്ലുമ്പോ ഇവിടെ വന്നിട്ട് ഇതാണ് 18-ാം പടി. ഈ 18-ാം പടി കയറിയിട്ട് നമ്മള് ഈ ഭാഗത്ത് വരുന്നു. ഈ ഭാഗത്ത് വന്നിട്ട് ഈ സ്റ്റെപ്പ്, ഇവിടെ സ്റ്റെപ്പ് ഉണ്ട്.
ആ സ്റ്റെപ്പ് കൂടെ നമ്മൾ മുകളിൽ കയറുന്നു. ആ മുകളിൽ കയറിയിട്ട് ഇത് അങ്ങനെ പാസ് ചെയ്യുക. അത് കൂടെ പാസ് ചെയ്ത് അങ്ങനെ വന്നിട്ട് ഇവിടെ വരും. ഇവിടെ വന്നിട്ട് ഇവിടെ വന്ന് താഴത്തേക്ക് ഇറങ്ങും. ഇവിടെ സ്റ്റെപ്പ് ഉണ്ട്, താഴത്തേക്ക് ഇറങ്ങും. താഴത്തെ ഇറങ്ങിയിട്ട് പിന്നെ അതിൻ്റെ ആ ഇടയിൽ കൂടെ പോയാലാണ് അയ്യപ്പനെ നമുക്ക് കാണാൻ കഴിയുക. അവിടെ പോയാൽ കാണാൻ കഴിയും. അത് കഴിഞ്ഞ് നേരെ അപ്പുറത്തേക്ക് ഇറങ്ങുക, ആ മുറ്റത്തേക്ക് ഇറങ്ങുക. ആ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് അതിനെ വലം വെച്ച് വന്നിട്ട് ബാക്ക് സൈഡിൽ, ഇത് വടക്ക് ഭാഗമാണ് ശബരിമലയുടെ, ഈ സ്റ്റെപ്പ് കൂടെ താഴത്തേക്ക് ഇറങ്ങുക. ആ സ്റ്റെപ്പ് കൂടെ താഴത്തേക്ക് ഇറങ്ങുക. ഈ നാണയങ്ങളൊക്കെ കുറെ വർഷം മുമ്പ് ശേഖരിച്ച് വെച്ചതാണ്. ആ കുറേ വർഷം പറഞ്ഞാല് എനിക്കൊക്കെ ഒരു 5-6 വയസ്സുള്ള സമയത്ത് ഞാൻ ശേഖരിച്ചിട്ടുള്ളതാണ്. നമ്മളുടെ ഇത് ഓട്ടമുക്കാല്, ഇത് കുതിരമുക്കാല്, പിന്നെ ആണയൊക്കെ കേട്ടോ അതില്. ഇത് പിന്നെ ട്രാവൻകൂറിന്റെ ആണ്, തിരുവിതാംകൂർ ഒരു ചക്രം എന്ന് പറയുന്നത്. ഇത് തിരുവിതാംകൂർ ചക്രമാണ്. ഇത് വെള്ളിയാണ് അന്നത്തെ നാണയം. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇവിടെ കുറെ പഴയ കോയിൻസുകളൊക്കെ ഉണ്ട്. പിന്നെ ഇത് 1 പൈസ, ആദ്യത്തെ 1 പൈസ, ഇതൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളതാണ്. 1 പൈസ കൊടുത്താലും മിഠായിയും സാധനങ്ങളൊക്കെ കിട്ടും. അങ്ങനെ 1 പൈസ, പിന്നെ 2 പൈസ ഇല്ല. പിന്നെ ഇത് മുക്കാലിന്റെ മറ്റൊരു ഭാഗമാണിത്. പിന്നെ അലുമിനിയം നാണയങ്ങൾ 1, 2, 3 അങ്ങനെ അലുമിനിയം നാണയങ്ങൾ 10 പൈസ അങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ ഇത് നമ്മൾ 20 പൈസയാണ്. 20 പൈസ പറഞ്ഞാൽ ഈ പിന്നെ താമര അടയാളമുള്ള പൈസയ്ക്ക് വലിയ ഡിമാൻഡായിരുന്നു. ഇത് പിന്നെ ആൾക്കാർ മോതിരൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്നു, കളർ പോവില്ല. അതേപോലെ തന്നെ ഇതൊക്കെ പിന്നെ 20 പൈസയിൽ പെട്ടത് തന്നെയാണ്. പിന്നെ അങ്ങനെ പോകുന്ന ഇതിൽ കുറേ, ഇത് 1 രൂപയാണ് പണ്ടത്തെ വലിയ രൂപ. റഷ്യൻ്റെ പൈസ ഉണ്ട്, റഷ്യയുടെ പൈസ ഉണ്ട്, അതിൻ്റെ ഒരു മറുവശമാണിത്. പിന്നെ അങ്ങനെ ഫിലിപ്പീൻസ് അങ്ങനെ പലതിൻ്റെയും പൈസ അതിലുണ്ട് കേട്ടോ. അതെ, ഇത് പുതിയ. നമ്മുടെ കൂടെ ഇരിക്കുന്നത് ബാലഞ്ചേട്ടന്റെ കൊച്ചുമോളാണ്. മോളുടെ പേരെന്താണ്? ശയന. എത്രയല്ല പഠിക്കണേ? പാട്ട് പാടുവോ? ഡാൻസ് കളിക്കോ? ഇതൊക്കെ എങ്ങനെ പഠിച്ച്? ആരെങ്കിലും പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? ആരും പഠിപ്പിച്ചു തന്നിട്ടൊന്നുമില്ല, പക്ഷെ പപ്പ പാട്ടുപാടിനായിട്ട് പഠിച്ച. പപ്പ പാട്ടുപാടിനായിട്ട് പഠിച്ചല്ലേ? ഏത് സ്കൂളിലാണ് പഠിക്കണേ? തൃത്താല TMS. തൃത്താലയില്. അപ്പൊ നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടി തരാം. അങ്ങ് വാനക്കോണില് മിന്നി നിന്നൊരമ്പിളി, അമ്പിളിക്കലക്കിള്ളിലെ ചോര കൺമുയൽ, ഇങ്ങ് നീലത്തുരുത്തിലെ നീർപ്പരപ്പിൽ നിഴലിടും അമ്പിളിക്കലക്കുള്ളിലെ ആമക്കുഞ്ഞനോ, ആമക്കുറുമ്പനെന്ന് നെഞ്ചത്ത് ചെല്ലവുമായി താനെ വലിഞ്ഞു കയറി തുരുത്തിൽ എങ്ങോ പതുങ്ങിയല്ലോ. താരക്കൊളുത്തുള്ളൊരാൾ ചിലപ്പും ചെല്ലത്തിലോ. ഭൂമിയെ പാടെ മൂടും അത്രയും വെറ്റിലായിട്ടു വയ്ക്കാം കുഞ്ഞിളം വാവേ. കഥ കേട്ട് മെല്ലെ മിഴി പൂണ്ട് മാറിൻ ചൂടിൽ ഉറങ്ങ് പൊന്നേ, തളരാതെ ഓമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളര്. സൂപ്പറായിട്ട് പാടി കേട്ടോ. നമ്മുടെ കൂടെ ഇരിക്കുന്നത് ബാലഞ്ചേട്ടന്റെ ഫാമിലിയാണ്. നമുക്ക് ബാലഞ്ചേട്ടന്റെ വൈഫിന്റെ അടുത്ത് ആദ്യം ചോദിക്കാം, എങ്ങനെ ഹസ്ബൻഡ് ഇങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോ ഭയങ്കര അഭിമാനം തോന്നാറുണ്ട്? പിന്നെ ഭയങ്കരമായിട്ട് അഭിമാനം. ചെറുപ്പത്തിലെ പാട്ടുള്ളതാണ്, പാട്ട് നന്നായിട്ട് പാടില്ല. ആ കഴിവ് മക്കൾക്കും വേറെ കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ പാട്ട് പാടുമ്പോഴും പിന്നെ ഓരോ കാര്യങ്ങൾ വർക്ക് ചെയ്യുമ്പോഴൊക്കെ ഞാൻ കൂടെ നിൽക്കും, കൂടെ സഹായിക്കാൻ പറ്റുന്നതൊക്കെ സഹായിക്കും. പിന്നെ കൂടുതൽ അമ്പലങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്, അപ്പൊ എനിക്ക് നല്ല സന്തോഷം മനസ്സിലാണ്. നമുക്ക് ആ കാണുമ്പോ തന്നെ നമുക്ക് അമ്പലത്തിലേക്ക് പോയൊരു രീതി. എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? കല്യാണം കഴിഞ്ഞ് 46 വർഷം കഴിഞ്ഞു. 46 വർഷം കഴിഞ്ഞു. അപ്പൊ 46 കൊല്ലം കൂടെ ജീവിച്ച അപ്പൊ മുതലേ കാണുകയാണ് കഴിവും കാര്യങ്ങളൊക്കെ. അപ്പൊ ഇങ്ങനെ പാട്ടൊക്കെ പാടുമ്പോ പാട്ടൊക്കെ പഠിപ്പിച്ചാൽ ശ്രമിച്ചിട്ടുണ്ടോ? പാട്ട് ഇവിടെ വന്നതിന്റെ ശേഷമാണ്
ഞങ്ങൾ എന്തെങ്കിലും വിശേഷമാകുമ്പോ പിള്ളേരൊക്കെ കൂടും. അപ്പൊ എല്ലാവരും കൂടി നല്ല പാട്ടാണ്, കുട്ടികളും മക്കളും ബാലേട്ടനൊക്കെ. അപ്പൊ എനിക്ക് പിന്മാറാൻ പറ്റില്ലല്ലോ. അങ്ങനെ ബാലേട്ടനൊക്കെ വന്നിട്ടൊക്കെ പാട്ട് പാടും. ഇപ്പൊ ഞങ്ങള് ഒരുമിച്ച് ഇങ്ങനെ ഇതിലൊക്കെ വിടുമ്പോഴേ ഞങ്ങള് രണ്ടാം കൂടി ഒരുമിച്ച് പാടും. അങ്ങനെ ഒറ്റയ്ക്ക് പാടാപ്പോഴും അങ്ങനെ കഴിവില്ല. ബാലേട്ടനെ കൂടെ എനിക്ക് പാടും. ഈ ബാലചേട്ടന്റെ മോന്റെ അടുത്താണ്. എങ്ങനെയുണ്ട് അച്ഛനും ഇങ്ങനെ ഒരു കഴിവ് പറയുമ്പോ പുറത്തുനിന്ന് ഇപ്പൊ ഫ്രണ്ട്സ് ആയാലും ഇപ്പൊ ചേട്ടനാണ് കൂടുതൽ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പൊ അവരുടെ അടുത്തൊക്കെ ഇങ്ങനെ അച്ഛനെ പറ്റി പറയുമ്പോ ഭയങ്കര പ്രൗഡ് മൊമെന്റ് അല്ലേ? അപ്പൊ എങ്ങനെയായിരുന്നു കുട്ടിക്കാലത്തൊക്കെ? എങ്ങനെയായിരുന്നു കുട്ടിക്കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ എനിക്ക് ചെറുതാകുമ്പോ തന്നെ അച്ഛനെനിക്ക് ഒരു ബസ് ഉണ്ടാക്കി തന്നെ ചെറിയ കുട്ടി. അപ്പൊ എന്റെ ഒരു പ്രായത്തിലാകുമ്പോ എന്നാൽ അടിപൊളിയായിട്ട് ഉണ്ടാക്കി തന്നെ ആ ബസ് ഇവിടെ ഉണ്ടായിരുന്നു. എനിക്ക് നാശമായി പോയതാണ്. പിന്നെ എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നത്. പിന്നെ അച്ഛന് വേറെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ അച്ഛൻ പ്രാവശ്യം കണ്ടാൽ മതി ഒരു സംഭവം അത് മനസ്സിലുണ്ടാവും. പിന്നെ അത് വെച്ചിട്ടാണ് അച്ഛൻ ഉണ്ടാക്കുന്നത്. അച്ഛൻ ഫോട്ടോ നോക്കില്ല, ഒന്നും നോക്കില്ല, എല്ലാം മനസ്സിൽ എടുത്തിട്ടാണ് എല്ലാ സംഭവങ്ങളും ചെയ്യുന്നത്. ഓ പിന്നെ അന്ന് ഭയങ്കര സംഭവമായിരുന്നു. ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് അന്ന് അച്ഛൻ ലൈറ്റ് എല്ലാ കാര്യങ്ങളും ലൈറ്റിന് ഭയങ്കരമായിരിക്കും. ഇതിന്റെ സംഭവത്തിന്റെ ബസ്സിന്റെ എല്ലാ സംഭവം ഉണ്ടാക്കണമെങ്കിൽ നല്ല അടിപൊളിയായിരുന്നു. പിന്നെ അന്നൊക്കെ ഭയങ്കരമായിരുന്നു. ഇപ്പൊ ഇങ്ങനെ അമ്പലങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോ ഇങ്ങനെ പുറത്തുനിന്ന് ആൾക്കാർ കാണാനൊക്കെ വരുമല്ലോ. അപ്പൊ ചേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ അഭിപ്രായം പറയാറുണ്ടോ അവര്? പിന്നെ എനിക്ക് വിളിക്കാറുണ്ട്. നമ്മളെ ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ടെല്ലാം കാണുമ്പോ. പിന്നെ ഞാനിവിടെ ഉണ്ടാവാറില്ല, അത് ബാംഗ്ലൂരാണ്. അപ്പൊ എപ്പോഴെങ്കിലും വരുമ്പോ നമ്മൾക്ക് കാണുന്നു മാത്രമല്ല. അങ്ങനെ ബാലഞ്ചേട്ടന്റെ മോന്റെ വൈഫാണിത്. അപ്പൊ മരുമോളായിട്ട് വന്നപ്പോ ഇങ്ങനെ ഒരു കലാകുടുംബത്തിൽ വന്നപ്പോ എന്തായിരുന്നു? എല്ലാരും ഭയങ്കര ഇപ്പൊ വന്നപ്പോഴാണ് അറിഞ്ഞൂടെ ആർക്കും ഒരു കഴിവില്ലാത്തില്ല. എല്ലാരും ഇങ്ങനെ ഒന്നിനൊന്നിനും ഇങ്ങനെ പിടിച്ചു നിന്നോണ്ടിരിക്കുകയാണ്. അപ്പൊ ചേച്ചിക്ക് എന്തായിരുന്നു അത് വന്ന ടൈമിൽ? ചേച്ചിയും പാട്ടൊക്കെ പാടുവരുടെ കൂടെ? ഞാൻ ഫസ്റ്റ് വന്നപ്പോ എനിക്കൊരു പേടിയായിരുന്നു. ഇവിടെ എല്ലാവരും പാട്ട് പാടുന്നവരാണ്. അപ്പൊ എല്ലാവരും ഇങ്ങനെ നിർബന്ധിച്ചിട്ട് അന്നൊക്കെ പാട്ട് പാടിയിരുന്നു. പിന്നെ ഭയങ്കര സന്തോഷാണ്. അച്ഛനെ എങ്ങനെ അറിഞ്ഞിട്ട് ഇപ്പൊ ചേച്ചിയുടെ വീട്ടിലൊക്കെ ഇങ്ങനെ പറയാറുണ്ടോ? ഇങ്ങനെ പറയാറുണ്ട്. പിന്നെ ഞാൻ വാട്സപ്പിലും ഇതിലൊക്കെ അച്ഛൻ ഇങ്ങനെ വീഡിയോ ഒക്കെ ഇടാറുണ്ടല്ലോ. അപ്പൊ ഞാൻ വീട്ടിലൊക്കെ ഷെയർ ചെയ്യുമ്പോ അവരൊക്കെ പറയും അച്ഛന്റെ കഴിവിനെ പറ്റിട്ടൊക്കെ പറയും. ഭയങ്കര സന്തോഷമാണ്. ഈ അമ്പലങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോ ചേച്ചിയുടെ റിലേറ്റീവ്സ് കൂടെ കാണാൻ വരാറുണ്ട്. എല്ലാം കൊണ്ടും ഭയങ്കര സന്തോഷമാണ്. ഇന്നലെ നീയൊരു സുന്ദര രാഗമായൻ പൊന്നോടക്കുഴലിൽ വന്നൊളിച്ചിരുന്നു. മാമകരാങ്കുലി ചുംബനലഹരിയിൽ പ്രേമ സംഗീതമായി നീ പുറത്തു വന്നു. ഇന്നലെ നീയൊരു സുന്ദര രാഗമായൻ പൊന്നോടക്കുഴലിൽ വന്നൊളിച്ചിരുന്നു. മാനത്തെ മട്ടുപ്പാവിൽ താരക നാരിമാര ഗാന നിർദ്ധരി കേട്ടു തരിച്ചു നിന്നു. മാനത്തെ മട്ടുപ്പാവിൽ താരക നാരിമാര ഗാന നിർദ്ധരി കേട്ടു തരിച്ചു നിന്നു. നീലമാമരങ്ങളിൽ ചാരി നിന്നിളം തെന്നൽ താളമടിക്കാൻ പോലും മറന്നുപോയി. ഇന്നലെ നീയൊരു സുന്ദര രാഗമായൻ പൊന്നോടക്കുഴലിൽ വന്നൊളിച്ചിരുന്നു. കൊടുമുടി ബാലൻചേട്ടന്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് കണ്ടുകൊണ്ടിരുന്നത്. ഭയങ്കര മനോഹരമായിട്ടാണ് ബാലൻചേട്ടൻ ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അമ്പലങ്ങൾ, അതേപോലെ താജ്മഹൽ, അങ്ങനെ കുറെ സംഭവങ്ങൾ ബാലൻചേട്ടൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ 70ാമത്തെ വയസ്സിലും ഇത്രയും നല്ല ഫിനിഷിങ്ങോടെയാണ് എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ശരിക്കും റോൾ മോഡൽ ആക്കാൻ പറ്റിയ ഒരാൾ തന്നെയാണ് ബാലൻചേട്ടൻ. കാരണം നമ്മുടെ ഈ പ്രായത്തിലുള്ള ആൾക്കാർക്ക് ഇത് കണ്ട് പഠിക്കേണ്ടത് തന്നെയാണ്. പിന്നെ പുറത്തുനിന്ന് സ്കൂളിൽ നിന്നൊക്കെ പിള്ളേർ വന്ന് കാണാറുണ്ട്. കാരണം നമ്മളെല്ലാവരും കണ്ടിരിക്കേണ്ടതാണ്. അപ്പൊ ഇനി നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തായാലും കൊടുമുടി വരുമ്പോൾ ഇവിടെ വന്ന് കാണുക. പിന്നെ ഇതൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് സ്വന്തമായിട്ട് റൂം ഇതിനു വേണ്ടി മാത്രം മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾക്ക് എല്ലാവർക്കും വന്ന് കാണുമ്പോഴും അതിനുള്ള സ്പേസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. മാക്സിമം എല്ലാവരും ഈ കൊടുമുടി ഏരിയ കൂടെ പോകുമ്പോൾ ഇവിടെ വന്ന് കാണുക. കാരണം അത്രയും മനോഹരമായിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്ത സൺഡേ സ്റ്റോറിയുമായി വരുന്നവരേക്കും സൈനിങ് ഓഫ്. Delhi International School,
but every learner is a leader.